നമസ്കാരം. സന്തോഷ് വർക്കി മലയാളികൾക്ക് എല്ലാവർക്കും അറിയാലോ. ആറാട്ടണ്ണൻ എന്നാണ് വെളിപ്പേര്. തിയേറ്ററുകളിലൊക്കെ പോയി റെസ്പോൺസ് നൽകിക്കൊണ്ട് തുടങ്ങിയത് ഏകദേശം ഒരു ആറാട്ടണ്ണൻ യുഗത്തിൽ നിന്നാണെന്നൊക്കെ പറയാം. ബി ഉണ്ണികൃഷ്ണൻ മോഹൻലാൽ ചിത്രമായ ആറാട്ടിന് ഒരു റെസ്പോൺസ് നൽകി ഇത് ആറാടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മലയാളി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയ ആളാണ് ആറാട്ടണ്ണൻ. അതിനുശേഷമാണ് അദ്ദേഹത്തെ ആറാട്ടണ്ണൻ എന്ന് വിളിക്കുന്നത്. സന്തോഷ് വർക്കി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എന്തായാലും സന്തോഷ് വർക്കി നിലവിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ഒരു കാര്യം എനിക്ക് ക്യാൻസർ ആണ് എന്നുള്ളതാണ്. സന്തോഷ് വർക്കി ഇങ്ങനെ പല പല പോസ്റ്റുകൾ അങ്ങനെ ഇടാറുണ്ട്. ചില നായികമാരെ വളരെ രൂക്ഷമായി വിമർശിക്കുകയും വളരെ അസഭ്യം പറയുന്ന രീതിയിൽ ഇവരെ അദ്ദേഹം പോസ്റ്റ് ഇടാറുള്ളത് കൊണ്ട് തന്നെ പലരും അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾക്ക് വലിയ വിലയൊന്നും കൊടുക്കാറില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം ക്യാൻസർ ആണ് എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് സ്റ്റേജ് 1 ആണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അച്ഛനും ഉണ്ടായിരുന്നു, ഇത് ക്യൂറബിൾ ആകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതാണ് അദ്ദേഹം പ്രതികരിച്ചത് കേട്ടോ. പക്ഷേ ആ പോസ്റ്റ് ഇട്ടതിൻ്റെ ഒരു ജെനുവിനിറ്റി പല പ്രേക്ഷകരും ചോദിക്കാറുണ്ട്. കാരണം ആറാട്ടണ്ണൻ ഇതുപോലെ പലപ്പോഴായി പോസ്റ്റുകൾ ഇടാറുണ്ട്, പക്ഷേ അതിനൊന്നും വലിയ വില പ്രേക്ഷകർ കൊടുക്കാറില്ല. അതായത് ചുമ്മാ പറയുന്നതായിരിക്കാം, തള്ളായിരിക്കാം എന്നുള്ളത്. എന്തായാലും ആ പോസ്റ്റിനെ വായിക്കാം. അതിനുശേഷം തുടരെ പോസ്റ്റുകൾ കേട്ടോ, അതെല്ലാം വായിച്ചു പോകാം. സന്തോഷ് വർക്കി ഈ ഒരു പറഞ്ഞത് എനിക്ക് ക്യാൻസർ ആണ് ഫ്രം ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് ഇട്ടത്. അതിൻ്റെ കമൻറ്റിൽ പലരും ഈ ഒരു അസുഖത്തെക്കുറിച്ച് അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്നൊക്കെ പറയുമെങ്കിൽ പോലും ചിലർ ഇത് തമാശയ്ക്കല്ലേ, ഇത് കളിയല്ല ഇങ്ങനത്തെ പോസ്റ്റുകളൊക്കെ ഇടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കമൻസ് വരുന്നുണ്ട്. ഞാൻ ശേഷം അദ്ദേഹത്തെ പോസ്റ്റ്, എൻ്റെ ക്യാൻസർ മൾട്ടിപ്പിൾ മൈലിയോമയാണ്, ഇതിന് മരുന്നില്ല, എൻ്റെ അച്ഛനും ഈ അസുഖമായിരുന്നു, എനിക്ക് ജീവിക്കണം എന്നൊരു ആഗ്രഹവുമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട്. അതിനുശേഷം അദ്ദേഹത്തെ പോസ്റ്റ്, ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചു, എന്നെ ഏറ്റവും വേദനിപ്പിച്ചത് എല്ലാവരും ബഹുമാനിച്ച് മരിച്ചുപോയ എൻ്റെ അപ്പനെക്കുറിച്ച് മോശം പറഞ്ഞപ്പോഴാണ്. എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് ഞാൻ പോവുകയാണ്, ഇനി എത്ര നാളെന്ന് എനിക്കറിയില്ല എന്നാണ് സന്തോഷ് വർക്കി പിന്നീട് ഇട്ട പോസ്റ്റ്. ഇതിങ്ങനെ വീണ്ടും ഇങ്ങനെ കുറേ പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത പോസ്റ്റ് ഇങ്ങനെയാണ്, ഓരോ ആളുകൾ എന്നെ കളിയാക്കിയപ്പോൾ എൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്, പക്ഷേ ആരോടും വൈരാഗ്യമില്ല എന്നുള്ളതാണ് മറ്റൊരു പോസ്റ്റ്. സത്യസന്ധമായ റിവ്യൂ പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ കള്ളക്കേസുകൾ ഉണ്ടായി, ആരോടും എനിക്ക് പരിഭവമില്ല എന്നുള്ളതാണ് മറ്റൊരു പോസ്റ്റ്. ഇനി കൂടി വന്നാൽ 2 മാസം, അതിനപ്പുറത്ത് ഞാൻ ജീവിക്കില്ല, എൻ്റെ അമ്മയെ പെങ്ങന്മാർ നോക്കിക്കോളും, അവർ ആഗ്രഹിച്ചതുപോലെ എൻ്റെ സ്വത്ത് അവർക്ക് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പോസ്റ്റ്. ആരോടും ദേഷ്യമില്ല, പരിഭവമില്ല, വൈരാഗ്യമില്ല, എല്ലാവരോടും സ്നേഹം മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പോസ്റ്റ്. ഞാൻ ക്രഷാണെന്ന് പറഞ്ഞ എല്ലാവരോടും ഞാൻ സോറി പറയുന്നു എന്ന് പറഞ്ഞത് അടുത്ത പോസ്റ്റ്. കാരണം ഇദ്ദേഹം ഈ നിത്യ മേനോൻ തുടങ്ങിയ എല്ലാ നായികമാരോടും പല നായികമാരോടും എനിക്ക് ക്രഷുണ്ടെന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. അതിനായിരിക്കും അത്. അടുത്ത പോസ്റ്റ്, അപ്പൻ മരിച്ചു കഴിഞ്ഞ് 3.5 വർഷം ഞാൻ എൻ്റെ അമ്മയെ നോക്കി, കുടുംബത്തിലെ എല്ലാ റെസ്പോൺസിബിലിറ്റീസ് ചെയ്തു, PhD ചെയ്തു, സത്യസന്ധമായി സിനിമ റിവ്യൂ കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അടുത്ത പോസ്റ്റ്. ഇനി എൻ്റെ സ്ഥാനം അലിൻ ജോസ് പെരേരയ്ക്ക് എന്നുള്ളതാണ് അടുത്ത പോസ്റ്റ്. ഇങ്ങനത്തെ പോസ്റ്റുകളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ചിരി വരുന്നത്. ഇത് ഇദ്ദേഹം പറയുന്നത് സത്യമാണോ, അല്ലെങ്കിൽ ഇദ്ദേഹം ഇത് ശരിക്കും പറയുന്നതാണോ, ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഈ അടുത്ത സ്ഥാനം അലിൻ ജോസ് പെരേരയ്ക്ക് എന്ന് പറയുന്നത് അദ്ദേഹം രാജാവൊന്നുമല്ലല്ലോ, ചുമ്മാ തിയേറ്റർ റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ലേ അദ്ദേഹം. അതിന് അടുത്ത സ്ഥാനം ഇതാണ്, ഞാൻ രാജാവാണ്, ഞാൻ എൻ്റെ കിരീടാവകാശം ഇനി അടുത്ത ആൾക്ക് കൈമാറുന്നു എന്നൊക്കെ പറയുന്ന കോമാളി പോസ്റ്റ് ഇടുമ്പോഴാണ് ഇദ്ദേഹത്തിന് നേരെ വിമർശനങ്ങൾ വരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം, നമുക്കെന്താ. അടുത്ത പോസ്റ്റ് ഇതാണ്, മൾട്ടിപ്പിൾ മൈലിയോമിക്ക് ചികിത്സയില്ല, മരുന്നുമില്ല, ജനറ്റിക് ആണ്, എൻ്റെ അച്ഛൻ മൾട്ടിപ്പിൾ മൈലോമി ആയിരുന്നു, അത് നേരത്തെ മുന്നേ പറഞ്ഞിരുന്നു, അതിനെപ്പറ്റി വേറൊരു പോസ്റ്റ് വീണ്ടും ഇട്ടുന്നേ ഉള്ളൂ. ഇനി എഴുതാൻ വയ്യ, ആരോഗ്യം അനുവദിക്കുന്നില്ല, ബാക്കിയുള്ളത് പിന്നീട് എഴുതാമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പോസ്റ്റ്. ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും വയ്യ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറയാണ് മറ്റൊരു പോസ്റ്റ്, എൻ്റെ പോസ്റ്റുകളുടെ കമൻസ് വായിച്ചു, ഇത്രയും മനുഷ്യത്വം ഇല്ലാത്തവരാണോ ഇത്തരം കമൻസ് ഇടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വേറൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല, വീണ്ടും പോസ്റ്റ് ഉണ്ട്. പലരും വിളിച്ചു, പക്ഷേ അലിൻ ജോസ് പെരേര മാത്രം വിളിച്ചില്ല, ഇത്രയും വൃത്തികെട്ടവനാണോ പെരേര, എൻ്റെ മരണമായിരിക്കും അവൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പോസ്റ്റ് ഉണ്ട്. ഇനി വേറൊരു പോസ്റ്റ് ഇതാണ്, എനിക്ക് ക്യാൻസർ ആണ് പറഞ്ഞ് റീച്ച് കിട്ടാനുള്ള ഗതികേട് എനിക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇനിയൊന്ന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്ന് കുറേ കമൻസ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിന് താഴെ വന്നു. അതിനൊരു മറുപടി ആയിട്ടാണ് അദ്ദേഹം വേറൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. മറ്റൊരു പോസ്റ്റ്, പെരേര കുറച്ച് നേരം മുമ്പ് എന്നെ വിളിച്ചിരുന്നു, അസുഖ വിവരം ചോദിച്ചു എന്നാണ് പറയുന്നത്. അതായത് നേരത്തെ വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും പെരേര വിളിച്ചു എന്നുള്ളതാണ് പറയുന്നത്. മൾട്ടിപ്പിൾ മൈലോമിക്ക് ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞ് വീണ്ടും ഒരു പോസ്റ്റ്. ഇതൊക്കെ തന്നെ അദ്ദേഹം മുന്നേയും പറഞ്ഞു, പിന്നെ വീണ്ടും പോസ്റ്റാക്കി ഇടുന്നതായിരിക്കും. അടുത്തത് നിത്യ മേനോനോടൊരു മാപ്പപേക്ഷയാണ്. നിത്യ മേനോനോട് സോറി പറയുന്നു, ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളെ മറക്കാൻ പറ്റിയില്ല, എൻ്റെ ഭാഗത്തു നിന്ന് സിൻസിയറായ സ്നേഹമായിരുന്നു, ഓൾ ദ ബെസ്റ്റ്, നിങ്ങൾക്ക് എന്നെക്കാൾ നല്ല ലൈഫ് പാർട്ട്ണറിനെ കിട്ടുമെന്നുള്ളതാണ് അടുത്ത പോസ്റ്റ്. ഇത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ്, ടു ഉമർ ലുലു, സോറി ഫോർ ഗിവിംഗ് നെഗറ്റീവ് റിവ്യൂ ഫോർ അവർ മൂവി ബാഡ് ബോയ്സ്. ഈ ബാഡ് ബോയ്സ് എന്ന സിനിമയിൽ ഈ ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കി അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സിനിമയ്ക്ക് അദ്ദേഹം നെഗറ്റീവ് റിവ്യൂ ആണ് പറഞ്ഞത്. അതിൽ ഉമർ ലുലു എന്ന സംവിധായകനോട് സോറി പറയുന്നു. ഇനി അടുത്തത് മോഹൻലാൽ സാറിനോടാണ്. ടു മോഹൻലാൽ സാർ, സോറി ഫോർ ടെല്ലിംഗ് ബാഡ് അബൌട്ട് യു, വൺസ് ഐ വാസ് ബിഗ് ഫാൻ ഓഫ് യു, സോറി ഫോർ എവരിത്തിങ് എന്നാണ് അടുത്ത പോസ്റ്റ്.
ഇനി അടുത്ത പോസ്റ്റ്, ഐ എം ഡയഗ്നോസ്ഡ് വിത്ത് സ്റ്റേജ് 1 മൾട്ടിപ്പിൾ മൈലോമിയ, നോ ക്യൂർ എന്ന് പറഞ്ഞ അടുത്ത പോസ്റ്റ്. അത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ്, നടൻ ഇന്നസെൻ്റ് ക്യാൻസറിനെ ചിരിയോടെ നേരിട്ട പോലെ ഞാൻ എൻ്റെ അസുഖത്തെ നേരിടും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പോസ്റ്റായിട്ട് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ്, കുറേ നാളായി ജീവിക്കണമെന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നില്ല എന്നാണ് അടുത്ത പോസ്റ്റ്. അത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ്, ഞാൻ 1-2 വർഷം ജീവിക്കുമായിരിക്കും എന്നുള്ളതാണ് അടുത്ത പോസ്റ്റ്. ഇങ്ങനെ പോസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുക കേട്ടോ. ഞാനിത് വായിച്ചു തുടങ്ങിയപ്പോഴും തീരത്തില്ല. എന്തായാലും അദ്ദേഹം നിലവിൽ അവസാനം ഇട്ടേക്കുന്ന പോസ്റ്റ് ഞാൻ വായിക്കാം. ഞാൻ മനഃപൂർവ്വം ആരെയും വേദനിപ്പിച്ചിട്ടില്ല, ആരെയും എങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് പോസ്റ്റ്. അദ്ദേഹം ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2 വിഭാഗം ആളുകളാണ് രംഗത്ത് വരുന്നത്. ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ അസുഖം ജനുവിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇത് എപ്പോഴും എനിക്കറിയില്ല കേട്ടോ, അദ്ദേഹം എന്നോട് പറഞ്ഞ വാചകം വെച്ചിട്ട് അദ്ദേഹം ക്യാൻസറാണ്, അതായത് സ്റ്റേജ് 1 നിൽക്കുകയാണെന്നുള്ളതാണ് ഞാൻ ഫോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം. പക്ഷേ ഇതിനിപ്പോഴും എൻ്റെ ജെനുവിനിറ്റി എന്ന് പറയുന്നൊരു സംഭവം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ആണെങ്കിൽ വേഗം ക്യൂറായി വരട്ടെ എന്നുള്ളതാണ്. നമുക്ക് ഒരാൾക്കും വരരുത് എന്നുള്ളത് തന്നെയാണ്. ഒരാൾ കമൻ്റ് ഇട്ടതുപോലെ തന്നെ ക്യാൻസർ എന്ന് പറയുന്ന അസുഖമൊന്നും ആർക്കും വരരുത്. വളരെ സമാധാനമായിട്ട് എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുക, ആർക്കും ഒരു അസുഖവും വരാതിരിക്കുക. ക്യാൻസറിന് മാത്രമല്ല, ഒരു അസുഖവും വരാതെ വളരെ സന്തോഷത്തോടുകൂടി എല്ലാവർക്കും ജീവിക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ്. എന്തായാലും വേറൊരു വിഭാഗം ആളുകൾ പറയുന്നത്, ഇത് ചുമ്മാ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും കൂടുതൽ റിയാക്ഷൻസും ഷെയർസും വരുമ്പോഴേക്കും ഫേസ്ബുക്കിൽ നിന്ന് പൈസ കിട്ടും, ആ പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമമാണ് എന്നുള്ളതാണ്. എന്തായാലും ഇങ്ങനെ പോസ്റ്റുകൾ തുഴുതുരാ സന്തോഷ് വർക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സന്തോഷ് വർക്കി വളരെ പരിചിതമാണ് മലയാളി പ്രേക്ഷകർക്ക് മുന്നിലേക്ക്. അദ്ദേഹത്തിന് ക്യാൻസർ ആണ് എന്നുള്ളതും കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.